പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 11 ഡേയ്സ് എനർജി ചലഞ്ചിലെ ഡേ 4 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ദിവസമായിട്ട് നമ്മളുടെ തന്നെ ബോഡി പാർട്സിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, നമ്മൾക്ക് സെൽഫായിട്ടുള്ള ലവിന് വേണ്ടിയിട്ടുള്ള, പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. ഇന്നലെ നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. അപ്പോൾ ഇന്ന് നമ്മൾ മണി എനർജി എങ്ങനെ ഹൈ ആയിട്ട്, മണി ഫ്രീക്വൻസി എപ്പോഴും എങ്ങനെ ഹൈ ആയിട്ട് വെക്കാം എന്നുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ചലഞ്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ മണി ഫ്രീക്വൻസിയുടെ ആ ലെവലിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും ഈസിലി എഫേർട്ട്ലെസ്ലി നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഫ്ലോ ചെയ്യുകയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് 3 പ്രാക്ടീസുകളാണ് ഈ മണിക്ക് വേണ്ടി ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, യു ഹാവ് ടു റൈറ്റ് 10 ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഓൾ യുവർ മണി റിസോഴ്സസ്. അതായത് നമുക്കിപ്പോൾ പല വഴികളിൽ നിന്ന് നമുക്ക് മണി റിസീവ് ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് ജോലിയിൽ നിന്ന്, ചിലർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ നിന്ന്, ചിലർക്ക് റെൻറ്റ്. അപ്പോൾ ഏത് വഴിയിൽ 10 ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നമ്മളുടെ റിസോഴ്സസ് ഏതൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ റിസോഴ്സസിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ 5 വേസ്, നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ മണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുന്നത്, മണി എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് മണി എങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആയിരിക്കുന്നത്, നമ്മൾ 5 വേസ് എഴുതിയാൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോഴായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മണി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആവുന്ന ആ 5 മൊമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10 സക്സസ്സസ് ഇൻ യുവർ ലൈഫ്, അതായത് ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ സക്സസ് ആയിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ടുള്ള അവസരങ്ങൾ, അതായത് ഒരു വിക്ടറി നമ്മൾ എൻജോയ് ചെയ്യുന്ന മാതിരിയാണ്. നമ്മൾക്ക് എന്തെങ്കിലും കുറേ നാൾ നടക്കാതിരുന്ന കാര്യം നടന്നതായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആ വിക്ടറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു 10 സക്സസ്സസ് ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ് ഇൻ ലൈഫ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മണിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന, മണി എനർജി ഫ്രീക്വൻസി ഹൈ ആയിട്ട് വെക്കാനും അതിനോട് തന്നെ നമുക്ക് മണി അട്രാക്റ്റ് ചെയ്യാനും സാധിക്കുന്ന 3 ടാസ്കുകളാണിത്. അപ്പോൾ എല്ലാവരും ഈ ചലഞ്ച് ചെയ്യുക. മണി ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിട്ട് വെക്കുക. നല്ലോണം മണി മാനിഫെസ്റ്റ് ചെയ്യുക. താങ്ക് യു.